അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ എല്ലും കപ്പയാണ് വയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ല് റെഡിയാക്കാം. ഇങ്ങനെ സവാള ഒരു 2 സവാള വലുത് അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞിട്ടുണ്ട്. നല്ലോണം ചതച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു ടീസ്പൂൺ ഗരം മസാല, ഇനി ആവശ്യത്തിന് ഉപ്പ്, വെളിച്ചെണ്ണ ഇത്ര ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഇനി 1 കിലോ എല്ല്, അതായത് കഴുകി നല്ല വൃത്തിയാക്കി വച്ചേക്കുന്ന എല്ലാണ്. അപ്പം അത് നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. ഇതിനകത്ത് തന്നെ വെള്ളം ഉണ്ടാവും. അപ്പം അത് വെന്ത് കഴിയുമ്പോഴേക്കും നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇറങ്ങി വന്ന് അത് നന്നായിട്ട് വെന്തോളും. അപ്പം നന്നായിട്ട് തിരുമ്മിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 6-7 വിസിൽ അടുപ്പിക്കാം. അപ്പം നമ്മൾ കപ്പ നന്നായിട്ട് നുറുക്കി കഴുകി ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ആവശ്യത്തിന് ഉപ്പിടാം. എന്നിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്ന വരെയും നമുക്ക് കപ്പ നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു പാത്രത്തിൽ, കുക്കറിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ കപ്പ അതിലേക്ക് ഇടാം. നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. അത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്നും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം.